ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറിയുടെ നോഡൽ അനാലിസിസിന്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അതിൽ നോഡൽ അനാലിസിസിന്റെ കൺസെപ്റ്റും സ്റ്റെപ്സും 2 പ്രോബ്ലംസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ നോഡൽ അനാലിസിസിന്റെ വേറൊരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ നോഡ് വോൾട്ടേജ് ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ. നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, നോഡ് വോൾട്ടേജസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മെഷ് അനാലിസിസിൽ നമുക്ക് മെഷ് കറൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നോഡൽ അനാലിസിസ് വരുമ്പോഴത്തേക്ക് നോഡ് വോൾട്ടേജസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നെറ്റ്വർക്ക് സബ്ജക്റ്റിൽ നമ്മൾ തിയറംസ് ഒക്കെ പഠിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സിന്റെ കറന്റ് വാല്യൂ, വോൾട്ടേജ് വാല്യൂ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മെഷ് അനാലിസിസ് വരുമ്പോഴത്തേക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോഡൽ അനാലിസിസ് വരുമ്പോഴത്തേക്ക് കിർച്ചോഫ് കറന്റ് ലോ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ കേസിൽ ഓൾജിബ്രാക് സം ഓഫ് കറന്റ് ഈക്വൽ ടു 0 എന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ ECAE നെറ്റ്വർക്ക് തിയറി 2019 സ്കീമിന്റെയും 2015 സ്കീമിന്റെയും മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ നോഡൽ അനാലിസിസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോഡൽ അനാലിസിന്റെ കേസിൽ നോഡ് വോൾട്ടേജസ് മാർക്ക് ചെയ്യണം, പ്രിൻസിപ്പൽ നോഡ് മാർക്ക് ചെയ്യണം, അതുപോലെ റഫറൻസ് നോഡ് മാർക്ക് ചെയ്യണം. പ്രിൻസിപ്പൽ നോഡ് എന്താ, ബ്രാഞ്ച് എന്താ, അതുപോലെ റഫറൻസ് നോഡ് എന്താ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു നോഡ് ഞാൻ V1 എന്ന് മാർക്ക് ചെയ്യാണ്. സെക്കൻഡ് നോഡ് V2, തേർഡ് നോഡ് V3, റഫറൻസ് നോഡ് ഗ്രൗണ്ട് ചെയ്യുക. V റഫറൻസ് ഈക്വൽ ടു 0. നോഡൽ അനാലിസിസിന്റെ ഏതൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നോഡ് വോൾട്ടേജസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ V1, V2, V3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ നോഡ്സ് ആണ്. അതുപോലെ V റഫറൻസ് എന്ന് പറയുന്നത് റഫറൻസ് നോഡാണ്. അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിനകത്ത് അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ നോഡ് ഹയർ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന നോഡാണ് പ്രിൻസിപ്പൽ നോഡ്. ആ നോഡിൽ നിന്ന് എല്ലാ കറൻസും ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. നോഡ് അനാലിസിന്റെ കേസിൽ ഒരു അസംഷൻ ആണ് നമ്മൾ ഈ നോഡ് വോൾട്ടേജസ് ഉണ്ടല്ലോ, അപ്പൊ ആ നോഡിൽ നിന്ന് എല്ലാ കറണ്ടും ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോഡ് പ്രിൻസിപ്പൽ നോഡ് മാർക്ക് ചെയ്തു. അതുപോലെ അസംഷൻ എല്ലാ കറണ്ട് അതിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റഫറൻസ് നോഡ് 0 ആയിട്ട് കൊടുക്കും. ഇതിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിർച്ചോഫ് കറന്റ് ലോ ആണ്. അതിന്റെ കേസിൽ ഓൾജിബ്രാക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. കറണ്ടിന്റെ ഇതായിട്ടാണ് നമ്മൾ സം ഈക്വൽ ടു 0 ആയിട്ടാണ് എടുക്കുന്നത്. ഓൾജിബ്രാക് സം നമുക്കറിയാം, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ V/R ആണ്. അപ്പോൾ ഓരോ കറണ്ടിന്റെയും V/R ഫോമിലാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നോഡ് ഉണ്ടോ അത്രയും നോഡ് വോൾട്ടേജസ് കാണും. അപ്പം അത്രയും നോഡ് ഇക്വേഷൻസ് എഴുതണം. നമ്മൾ മെഷിന്റെ കേസിൽ ആദ്യം മെഷസ് ആയിരുന്നു ഐഡന്റിഫൈ ചെയ്യുന്നത്. എത്ര മെഷസ് ഉണ്ടോ അത്രയും മെഷ് കറൻസ് മാർക്ക് ചെയ്യും. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെഷ് ഇക്വേഷൻസ് എഴുതണം. അതേപോലെ നോർത്ത് വെച്ചിരുന്നാൽ മതി. നോഡൽ അനാലിസിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് നോഡ് വോൾട്ടേജസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോഡ് വോൾട്ടേജസ് മാർക്ക് ചെയ്യുക. അപ്പൊ എത്ര പ്രിൻസിപ്പൽ നോഡ്സ് ഉണ്ടോ അത്രയും അൺനോൺസ് വരത്തില്ലേ. ഇപ്പം ഇതിന്റെ കേസിൽ 3 പ്രിൻസിപ്പൽ നോഡ്സ് ഉണ്ട്. അപ്പം V1, V2, V3 എന്ന് പറഞ്ഞാണ് അൺനോൺസ്. അപ്പം അതിനെ സോൾവ് ചെയ്ത് അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് 3 ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യും, 3 നോഡ് ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ V1 നോഡുണ്ട്, V2 നോഡുണ്ട്, V3 നോഡുണ്ട്. അതിന്റെ 3ന്റെയും നോഡ് ഇക്വേഷൻസ് എഴുതിയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. അത് നമുക്ക് സോൾവ് ചെയ്ത് അതിന്റെ V1, V2, V3 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിനകത്ത് മോഡ് സെലക്ട് ചെയ്തിട്ട് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസിനകത്ത് ANX + BNY + CNZ ഈക്വൽ ടു 0 എന്നുള്ള ഫോം സെലക്ട് ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് ഈ കോഎഫിഷ്യൻസ് AN, BN, CN എത്ര ഇക്വേഷൻസ് ഉണ്ടോ അത്ര ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് കിട്ടും. ഇപ്പൊ ഇതിന്റെ കേസിൽ V1, V2, V3 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് എന്താ, നോഡ് വോൾട്ടേജസ് എഴുതാൻ പോകുന്നത്. ഇങ്ങനത്തുള്ള പ്രോബ്ലം എസ് ആയിട്ടാണ് നോർമലി ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് മെയിൻലി ആ 3 ഇക്വേഷൻ എഴുതുന്നതിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോഡ് 1ൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. നോഡ് 1ൻ്റെ ഇക്വേഷൻ അപ്പം എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നോഡ് 1ൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ നോഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ V1 നോഡാണ്. V1 നോഡിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2 3 4 4 ബ്രാഞ്ചസ് ഉണ്ട്. ആ 4 ബ്രാഞ്ചസിൻ്റെയും നമ്മൾ കറണ്ട് ഇക്വേഷൻ ആൾജിബ്രായിക് കറണ്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതും. ദാറ്റ് ഈസ് കിർച്ചോഫ് കറണ്ട് ലോ എഴുതും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ എഴുതാൻ പോകുന്നത്, ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 28 ആംപിയർ എന്നുള്ള കറണ്ട് സോഴ്സ് ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ കറണ്ട് ഇക്വേഷൻ എഴുതുന്നത്. ഇപ്പോൾ ഈ ബ്രാഞ്ചിൽ കറണ്ട് തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനും നമ്മൾ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺവേർഡ്സ് ഡയറക്ഷനുമാണ്. അപ്പോൾ ഇതെന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് സൈന് -28 എന്ന് വരും. അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ -28 എന്ന് വരും. മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്? അതായത് നമ്മൾ ഈ പ്രിൻസിപ്പൽ നോഡ് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിൽ നിന്ന് എല്ലാ കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസംഷൻ നോഡൽ അനാലിസിസിൽ അസംഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ നോഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നോഡ് ഇക്വേഷൻസ് എഴുതണം. അതിൽ ഫസ്റ്റ് നോഡാണ് V1 നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോഡ് ഇക്വേഷൻ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നോഡിൻ്റെ ഓരോ ബ്രാഞ്ചസ് നോക്കും. ഇപ്പോൾ ഇവിടെ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ആംപിയറിൻ്റെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, അനദർ 2 ഓം റെസിസ്റ്റർ ഉണ്ട്, 10 ഓം റെസിസ്റ്റർ ഉണ്ട്. അത്രയും ബ്രാഞ്ചസ് ആണ് ഈ V1ൽ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ബ്രാഞ്ചിൻ്റെയും കറണ്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് V/R ഫോമിൽ എഴുതും. അതിനകത്ത് ഈ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ 28 ആണ്. അതൊക്കെ ഒരു കറണ്ട് സോഴ്സ് തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മളെ കൺവെൻഷൻ. ഈ കറണ്ടിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന സോഴ്സിൽ എങ്ങനെയാണ്? അപ്വേർഡാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -28 എന്നങ്ങ് എഴുതി. പ്ലസ് ഇനി നെക്സ്റ്റ് അടുത്ത ബ്രാഞ്ച് ഈ 2 ഓം ബ്രാഞ്ച് എഴുതുകയാണ്. അതിൻ്റെ അക്രോസ് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ കറണ്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. കാരണം കിർച്ചോഫ് കറണ്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0. ഇപ്പോൾ ഇതിൻ്റെ 2 ഓമിന് ഉള്ള കറണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. V/R ആണ്. ഇവിടുത്തെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ആണ് അല്ലേ. V1 ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ 2 ഓമിൻ്റെ നമ്മൾ I എഴുതി. ഇനി നെക്സ്റ്റ് ഈ 2 ഓമിൻ്റെ എഴുതാൻ പോവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ V/R ഇവിടെ V1 ഉണ്ട്, V2 ഉണ്ട്. നമ്മളിവിടെ എഴുതുന്ന ഏത് നോഡിൻ്റെയാണ്? V1 നോഡിൻ്റെയാണ് എഴുതുന്നത്. അപ്പം പ്രിഫറൻസ് കൊടുക്കേണ്ടത് V1 നോഡിനായിരിക്കും. നമ്മൾ മെഷ് അനാലിസിൻ്റെ കേസിൽ അതുപോലെ ആയിരുന്നു. കറണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ എഴുതുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കറണ്ട് അല്ലെങ്കിൽ ആ മെഷിലെ കറണ്ട് മൈനസ് ആണ് സെക്കൻഡ് മെഷ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഓർത്താൽ മതി. ഇവിടെ നോഡ് 1 V1ൻ്റെ ആണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. അപ്പം പ്രിഫറൻസ് കൊടുക്കേണ്ടത് V1 ആണ്. ഇത് ഈ 2 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 V2 അക്രോസ് വരുന്നത്. സോ നമ്മൾ എന്ത് എഴുതും? V1 minus V2 ഡിവൈഡ് ബൈ R. ഹിയർ R ഈക്വൽ ടു 2 ആണ്. സോ V1 minus V2 ഡിവൈഡ് ബൈ 2 എഴുതി. അപ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതി? 28 ആംപിയറിൻ്റെ എഴുതി, 2 ഓമിൻ്റെ എഴുതി, ഈ 2 ഓമിൻ്റെ എഴുതി. ഇനി ഈ നോഡിൽ എന്തുകൊണ്ടുണ്ട്? ഈ ഒരു ബ്രാഞ്ച് കൊണ്ടുണ്ട്. അതിൻ്റെ എന്ത് എഴുതണം? നമുക്ക് കറണ്ട് ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് പ്ലസ്. ഇപ്പോൾ ഇവിടെ ഈ 10 ഓം എന്ന് പറയുന്നത് ഏതൊക്കെ നോഡിന് അക്രോസ് ആണ്? V1നും V3ക്ക് അക്രോസ് ആണ് 10 ഓം വന്നിരിക്കുന്നത്. ഓക്കെ, അതൊരു ബ്രാഞ്ച് അല്ലേ ഇതിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ എന്ത് വരും? അവിടെ എന്ത് എഴുതണം? V1 minus V3 എഴുതണ്ട. കാരണം എന്താ? നമ്മൾ നോഡ് V1ൻ്റെ ആണ് എഴുതുന്നത്. അതുകൊണ്ട് V1 minus V3 ഡിവൈഡ് ബൈ അതിൻ്റെ R എന്ന് പറയുന്നത് 10 ആണ്. V/R. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് വരുന്നത്. എൻറ്ററിങ് ലീവിങ് വെച്ചെടുക്കാം, പക്ഷേ അതിനേക്കാളും തെറ്റാതെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാവുന്ന ഈ രീതി ചെയ്യുന്നത് എളുപ്പമായിരിക്കും. നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ നോഡിൻ്റെ ബ്രാഞ്ച് ഇക്വേഷനിൽ KCL അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് 4 ബ്രാഞ്ച് ഉണ്ട്. 4 ബ്രാഞ്ചിൻ്റെയും ഇക്വേഷൻ കറണ്ട് ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇതാണ് ഇക്വേഷൻ 1. അപ്പോൾ ഇവിടെ 3 അൺനോൺസ് ഉണ്ടായിട്ട് നമുക്ക് എന്ത് വേണം? വി നീഡ് 3 ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് എന്ത് എഴുതും? നോഡ് 2ൻ്റെ ഇക്വേഷൻ എഴുതും. ഓക്കെ, നോഡ് 2ൻ്റെ ഇക്വേഷൻ എഴുതും. ഓക്കെ, V2 നോഡിൻ്റെ ഇക്വേഷൻ എഴുതും. അപ്പോൾ V2ൻ്റെ കേസിൽ നമ്മൾ എന്ത് നോക്കണം? അതിൻ്റെ ബ്രാഞ്ചസ് നോക്കണം. അപ്പോൾ V2 ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, 5 ഓം റെസിസ്റ്റർ ഉണ്ട്, 1 ഓം റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ V2ന് 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. ആദ്യം ഞാൻ ഈ 2 ഓമിൻ്റെ എഴുതുകയാണ്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് നോഡ് V2 നമ്മളിവിടെ എഴുതുന്നത്. സോ എന്ത് എഴുതണം? വെരി ഗുഡ്. V2 minus V1 എഴുതണം. V2 minus V1 ഡിവൈഡ് ബൈ R 2 എന്ന് എഴുതുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് നോഡ് 2 ആയതുകൊണ്ട് V2 minus V1 ഡിവൈഡ് ബൈ 2 പ്ലസ്.
ഇനി ഈ 5 ഓമിൻ്റെ എഴുതുകയാണ്. 5 ഓമിൻ്റെ വരുമ്പോഴത്തേക്ക് വി ബൈ ആണ്. അപ്പം V2 മൈനസ് വി റെഫറൻസ് ഡിവൈഡ് ബൈ 5 എന്ന് വരും. വി റെഫറൻസ് നമ്മൾ 0 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ എന്ത് വരും? V2 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, V2 മൈനസ് വി റെഫറൻസ് ഡിവൈഡ് ബൈ 5 ആണ്. വി റെഫറൻസ് 0 ആണ്. സോ V2 ബൈ 5 എന്ന് വരും. V ബൈ 6. അപ്പോൾ ഈ 5 ഓമിൻ്റെ എഴുതി. ഇനി ഈ V2 ഏത് ബ്രാഞ്ചും കൂടെ ഉണ്ട്? 1 ഓം കൂടെ ഉണ്ട് അല്ലേ? സോ പ്ലസ് 1 ഓം ഏതിനൊക്കെ അക്രോസ് ആണ്? V2നും V3നും അക്രോസ് ആണ്. നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? വിത്ത് റെസ്പെക്ട് നോഡ് V2 ആയതുകൊണ്ട് V2 മൈനസ് V3 ഡിവൈഡ് ബൈ 1 എന്ന് എഴുതണം. V2 മൈനസ് V3 ഡിവൈഡ് ബൈ 1 എന്ന് എഴുതണം. ഓക്കെ, അപ്പം 3 ബ്രാഞ്ചസും ആയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നോഡ് 2ൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഈസിയാണ്. ആദ്യമേ ആ നോഡിൻ്റെ ബ്രാഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഓരോ ബ്രാഞ്ചസിൻ്റെയും കറണ്ട് ഇക്വേഷൻ എഴുതുക. ഓൾജിബ്രായിക് കറണ്ട് ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതുക. അപ്പം ഫസ്റ്റ് ഈ 2 ഓമിൻ്റെത് V2 മൈനസ് V1 ബൈ 2 പ്ലസ് V2 ബൈ 5 പ്ലസ് V2 മൈനസ് V3 ബൈ 1 എന്ന് വരും. ഇനി എന്ത് വേണം? മൂന്നാമത്തെ ഇക്വേഷൻ വേണം. V3യുടെ ഇക്വേഷൻ വേണം. നമ്മൾ നോഡ് 3ൻ്റെ ഇക്വേഷൻ എഴുതും. V3ൻ്റെ ഇക്വേഷൻ എഴുതും. അപ്പോൾ അതിൻ്റെ കേസിൽ നോക്കുക ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ V3ൻ്റെ ബ്രാഞ്ചസ് 1 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്, ഈ 2 ആംപിയർ ഉണ്ട്, ഈ 10 ഓം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 ഓമിൻ്റെ എഴുതുകയാണ്. 1 ഓം വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോഡ് 3 ആണ്, V3ക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ V3 മൈനസ് V2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ ആയി. ഇനി ഈ 4 ഓം ബ്രാഞ്ചിൻ്റെത് പ്ലസ് V3 മൈനസ് വി റെഫറൻസ് 0 ആണ്. സോ V3 ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ ഈ 4 ഓമിൻ്റെ ആയി. ഇനി നെക്സ്റ്റ് ഈ 2 ആംപിയറിൻ്റെ നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ലീവ് ചെയ്യുന്നതായിട്ടാണ്, കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളെ പ്രിൻസിപ്പൽ നോഡ് എപ്പോഴും ഹയർ നോഡായിട്ടാണ് നമ്മളുടെ അസംഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ബ്രാഞ്ചിനകത്ത് കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? ഡൗൺവേർഡ്സ് ആണ്. തന്നിരിക്കുന്ന കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡൗൺവേർഡ്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സൈൻ ചേഞ്ച് വരത്തില്ല അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ നമുക്ക് എന്ത് എഴുതാം? +2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എഴുതി. കാരണം ഓൾറെഡി കറണ്ടാണ്. നമ്മളിവിടെ എല്ലാം V ബൈ R ആണ് എഴുതുന്നത്. ഇത് ഓൾറെഡി കറണ്ടാണ്. സോ നമുക്ക് +2 എന്ന് എഴുതാം. രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ടാണ് +2 വന്നത്. ഈ ഫസ്റ്റ് കേസിൽ ഓപ്പോസിറ്റ് വന്നുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇനി എന്തുണ്ട്? ഇപ്പം നമ്മൾ 3 ബ്രാഞ്ചസിൻ്റെ എഴുതി. ഇനി ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. കണ്ടോ? 10 ഓം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും? പ്ലസ് വിത്ത് റെസ്പെക്ട് ടു V3 ആയതുകൊണ്ട് V3 മൈനസ് V1. കാരണം 10 ഓം എന്ന് വെച്ചാൽ V3ക്കും V1നും അക്രോസ് ആണ്. V3 മൈനസ് V1 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട നോഡ് വോൾട്ടേജസ് ആണ്. V1, V2, V3 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോന്നിൻ്റെ ഇക്വേഷൻ എഴുതിയപ്പോഴത്തേക്ക് വി ഗോട്ട് 3 ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ദിസ് ഇക്വേഷൻ ആൻഡ് തേർഡ് വൺ ദിസ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് 3 ഇക്വേഷൻസ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ബൈ 2 അതിന് നമുക്ക് എന്തെന്ന് എഴുതാം? 0.5 V1 എഴുതാം. ഇവിടെയും 0.5 V1 എഴുതാം. ഇതിൻ്റെ കേസിൽ 0.1 V1 എഴുതാം. അപ്പോൾ ആ V1 എല്ലാം കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് V2ൻ്റെ കേസിൽ മൈനസ് 0.5 V2 എന്ന് വരും. ഇതിൻ്റെ കേസിൽ 0.1 V3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 28 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായി കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് LCM എടുത്തും ചെയ്യാം. ആ രീതി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത് 1.1 V1 മൈനസ് 0.5 V2 മൈനസ് 0.1 V3 ഈക്വൽ ടു 28 എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഈ V1 ഹാഫ് V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 0.5 V1 എഴുതാം. ഇനി V1 എവിടെ വരുന്നത്? ഇവിടെ വരുന്നുണ്ട്. അതും എത്രയാണ്? 1/2 ആണ്. അതും 0.5 ആണ്. ഇനി V1 ഏതാ വരുന്നത്? ഇവിടെ വരുന്നുണ്ട്. 1/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എത്ര വരും എന്ന് വെച്ചാൽ 1.1 വരും. അപ്പോൾ 1.1 V1 എഴുതാം. അടുത്ത V2 വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ V2 ഇത് മാത്രമേ ഉള്ളൂ. അപ്പം മൈനസ് ഹാഫ് ആണ്. അപ്പോൾ മൈനസ് 0.5 V2 എന്ന് എഴുതാം. V3ൻ്റെ കേസിൽ 1/10 ആണ്. 1/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 V3 ഈക്വൽ ടു 28 എന്ന് എഴുതാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇനി നെക്സ്റ്റ് ഈ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. സെക്കൻഡ് ഇക്വേഷൻ ഇതുപോലെ ചെയ്തുകൂടെ? ഇതിൻ്റെ കേസിൽ V1 എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം മൈനസ് 0.5 V1 വരും. മൈനസ് 0.5 V1 വരും. ഇനി V2 വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ ഇവിടെ എന്തുണ്ട്? ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ 1/5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് 1.7 V2 എന്ന് കിട്ടി. ഇനി V3 വരുന്നത് സെക്കൻഡ് ഇക്വേഷനിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ
മൈനസ് V3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തേർഡ് ഇക്വേഷൻ നോക്കാൻ നേരത്ത് V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ V1 ഉള്ളൂ. മൈനസ് V1/10 ആണ്. ദാറ്റ് ഈസ് മൈനസ് 0.1 V1 എഴുതാം. ഇനി V2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ V2 ഉള്ളൂ. ദാറ്റ് ഈസ് മൈനസ് V2 എന്ന് വരും. മൈനസ് V2. V3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ ഇവിടെ ഒരു 1V3 ഉണ്ട്. പ്ലസ് 1/4 പ്ലസ് 1/10 വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് 1.35 V3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, +2 ഉണ്ട്. അത് ഈ ഇക്വേഷൻസ് അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് -2 എന്ന് വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 3 ഇക്വേഷൻസ് കിട്ടും ഇൻ ടേംസ് ഓഫ് V1, V2, V3. ഇനി ആദ്യം പറഞ്ഞ പോലെ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റും. അപ്പം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിനകത്ത് മോഡ് എടുക്കുക, മോഡ് ചൂസ് ചെയ്ത് ഇപ്പോഴത്തേക്ക് ഇക്വേഷൻ്റെ വരും. അതിൽ ആ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ഇക്വേഷൻസ് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ 1.1 -0.5 -0.1 28 ഇങ്ങനത്തുള്ള വാല്യൂസ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ V1ൻ്റെ വാല്യൂ 36 ആയിട്ട് കിട്ടും, V2ൻ്റെ വാല്യൂ 20 ആൻഡ് V3യുടെ വാല്യൂ 16. അതിൻ്റെ മൂന്നിൻ്റെയും വോൾട്ട് ആൻസർ എഴുതണം. കാരണം വോൾട്ടേജ് ആയതുകൊണ്ട് വോൾട്ട് എന്നുള്ള യൂണിറ്റ് എഴുതണം. ആൻസർ വരുന്നത് 36, 20, 16 ആണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. നോഡൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ നമ്മളിനി തിയറംസ് അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോഡൽ അനാലിസിസ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് വോൾട്ടേജസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അക്രോസ് ഉള്ള ഏത് കമ്പോണൻറ്റ് അക്രോസ് ഉള്ള കറണ്ടോ കറണ്ട് വാല്യൂ അല്ലെങ്കിൽ പവർ എല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനത്തുള്ള ക്വസ്റ്റിനകത്ത് നോർമലി നോഡ് വോൾട്ടേജസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലും കമ്പോണൻറ്റ് അക്രോസ് ഉള്ള കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. സപ്പോസ് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ 2 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ഈ 2 ohmൻ്റെ അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, V1 - V2 / 2 ആണ് അല്ലേ. ഇപ്പോൾ ഈ 2 ohmന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ V/R. അപ്പോൾ ഇത് V1 - V2 / R 2 ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് V1ൻ്റെ വാല്യൂ 36ഉം V2ൻ്റെ വാല്യൂ 20ഉം കിട്ടി. അപ്പോൾ 36 - 20 / 2 എന്ന് പറഞ്ഞായിരിക്കും ഈ 2 ohm ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഏത് കമ്പോണൻറ്റ് അക്രോസ് ഉള്ള കറണ്ട് വാല്യൂ അല്ലെങ്കിൽ പവർ വാല്യൂ ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് 4 ohmic കൂടെയുള്ള കറണ്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതും, എങ്ങനെ കണ്ടുപിടിക്കും? 4 ohmic കൂടെയുള്ള കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് V/R. ഇപ്പോൾ ഇവിടുത്തെ V എന്ന് വെച്ചാൽ V3 / R എന്ന് പറയുമ്പോൾ 4. ഓൾറെഡി V3 ഫൈൻഡ് ഔട്ട് ചെയ്തു 16 എന്നുള്ളത്. അപ്പോൾ 16 / 4 എന്ന് പറയുമ്പോഴത്തേക്ക് അതായിരിക്കും ആ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വാല്യൂ. അങ്ങനെ ഏത് ഒരു എലമെൻറ്റിൻ്റെയും കറണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പവർ V²/R ഇക്വേഷൻ ഉണ്ടല്ലോ. കാരണം നമുക്ക് ഇതിൻ്റെ കേസിൽ എപ്പോഴും വോൾട്ടേജസ് ആയിരിക്കും നമുക്ക് അറിയാവുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് അറിയാമായിരിക്കും. അപ്പോൾ V²/R ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് പവറും കണ്ടുപിടിക്കാൻ പറ്റും. യൂണിറ്റ് വാട്ടായിട്ട് വരും. അപ്പോൾ യൂണിറ്റ്സ് എഴുതണം. ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ആണ് നോഡൽ അനാലിസിസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതാണ് അതിൻ്റെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് വരുന്നത്. ഓൾറെഡി നോഡൽ അനാലിസിസിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. BTech BDC.